ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ജീവിതോത്സവം 2025 വൈവിധ്യമാർന്ന പരിപാടികളിൽ സമ്പന്നമായിരുന്നു. 21 ദിവസങ്ങളിൽ ക്രമീകരിച്ചിരുന്ന വിവിധങ്ങളായ പരിപാടികൾ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധം, പരിസ്ഥിതി ശുചിത്വം, വ്യക്തി ശുചിത്വം, കുടുംബബന്ധം, സൗഹൃദം, പങ്കുവയ്ക്കൽ, ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ, മനുഷ്യസ്നേഹം, സാമൂഹിക ബോധം തുടങ്ങിയ മൂല്യബോധം സൃഷ്ടിക്കുവാൻ പര്യാപ്തമായിരുന്നു. 24/9/2025 ബുധനാഴ്ച സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലും ഉദ്ഘാടന സമ്മേളനവും പദ്ധതി പ്രഖ്യാപനവും നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് അധ്യക്ഷൻ വഹിക്കുകയും വോളണ്ടിയർ ലീഡർ ഐശ്വര്യ സ്വാഗതം ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഷ്റഫ് സാർ CM 21 ദിന പദ്ധതികൾ വിവരിക്കുകയും ചെയ്തു. അഞ്ച് സാർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. NSS വോളണ്ടിയർ ലീഡർ ജസ്റ്റിൻ നന്ദി പ്രകാശനത്തോടെ അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് ഈ 21 ദിവസങ്ങളിലൂടെ നടന്ന പരിപാടികളെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഒന്നാം ദിവസം മനുഷ്യചങ്ങല. സൗഹൃദത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഊഷ്മള സന്ദേശങ്ങൾ നൽകി ഞങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും കൈകോർത്തു പിടിച്ച് സൗഹൃദത്തിൻ്റെ മനുഷ്യചങ്ങല തീർത്തു. സ്നേഹമാകുന്ന ബന്ധത്തിൻ്റെ ഊഷ്മളത വിളിച്ചോതുന്നതായിരുന്നു മനുഷ്യചങ്ങല. രണ്ടാം ദിവസം ഒപ്പുമരം. ഒപ്പുമരം എന്ന പ്രോഗ്രാം മരങ്ങളെയും പ്രകൃതിയോടൊപ്പം ചേർന്നു നിൽക്കുന്ന പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. വിദ്യാർത്ഥികൾ കയ്യൊപ്പ് ചാർത്തിയ വർണ്ണക്കടലാസുകൾ മരച്ചില്ലകളിൽ അലങ്കൃതമായപ്പോൾ മനുഷ്യനും വൃക്ഷങ്ങളും ഒന്നാകുന്ന മനോഹര കാഴ്ചയായിരുന്നു. പുലരുളിയിൽ ഇത്തിരി നേരം എന്ന പരിപാടി കുട്ടികളെയും കുടുംബാംഗങ്ങളുമായ സ്നേഹബന്ധം ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഇവരൊക്കെയൊത്ത് പ്രഭാതത്തിലെ ഒരു നടൻ, അവരോടൊത്തുള്ള സെൽഫി എല്ലാം വേറിട്ട അനുഭവങ്ങളായിരുന്നു. നാലാം ദിവസം ചെങ്ങാത്തം കൂടാൻ ചങ്കുബ്രോ. സൗഹൃദത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു വെച്ചു. വീട്ടുകാരുടെയും അധ്യാപകരുമൊക്കെയായി ചേർന്ന് എടുക്കുന്ന സൗഹൃദ സെൽഫികളും സൗഹൃദ ഭാഷണങ്ങളും ചങ്കുബ്രോ ഹൃദ്യമാക്കി തീർക്കുന്നു. അഞ്ചാം ദിവസം നവലോകത്തിനായി സ്റ്റിക്കർ പതിക്കാം. ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നടപ്പിലാക്കിയ നവലോകത്തിനായി സ്റ്റിക്കർ പതിക്കാം. ലഹരിക്കെതിരെ അവബോധം ജനിപ്പിക്കുവാൻ ഒരുക്കിയ സന്ദേശങ്ങൾ വീടുകളിലും മതിലുകളിലും പതിപ്പിച്ചു. ലഹരി എന്ന മഹാവിപത്തിനെ പടിപുറത്തു നിർത്താൻ പ്രേരകമായിരുന്നു ഓരോ സന്ദേശങ്ങളും. ആറാം ദിവസം അതിജീവന കഥകൾ അറിഞ്ഞും പറഞ്ഞും. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വ്യക്തികളുടെ ജീവിത കഥകളും അനുഭവങ്ങളും പങ്കുവച്ചു. ജീവിതത്തെ പ്രയാസങ്ങളെയെല്ലാം അതിജീവിച്ച് വിജയം നേടാൻ ഞങ്ങളെ പര്യാപ്തരാക്കുന്നതായിരുന്നു കഥകളെല്ലാം. ഏഴാം ദിവസം മികച്ച പരിസ്ഥിതിക്കായി ഒരു കുഞ്ഞു പൂച്ചെടി. പൂക്കളെയും ചെടികളെയും പ്രകൃതിയെയും അടുത്തറിയാനും പ്രകൃതി സ്നേഹം വളർത്തുന്നതിനുമായി മികച്ച പരിസ്ഥിതിക്കായി ഒരു കുഞ്ഞു പൂച്ചെടി എന്ന പ്രോഗ്രാം ഞങ്ങൾ വളരെ ആവേശത്തോടെയാണ് ചെയ്തത്. വീട്ടുവളപ്പിൽ ചെടികൾ നടുകയും ചെടികളെ പരിപാലിക്കുകയുമായി ആ വിജയദശമി ദിവസം ഞങ്ങൾ ചിലവഴിച്ചു. എട്ടാം ദിവസം ഏകദിന ഡിജിറ്റൽ ഉപവാസം. ഏകദിന ഡിജിറ്റൽ ഉപവാസം എന്തുകൊണ്ടും വേറിട്ടതായിരുന്നു. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗത്തിൽ നിന്നും ഒരു ദിവസം സ്വയം അകന്നു നിൽക്കുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു. അസാധ്യമെന്നു തോന്നിയ ഈ ഉപവാസം പ്രകൃതിയിലേക്കും കുടുംബസ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്കും ഞങ്ങളെ തിരികെ എത്തിക്കുകയായിരുന്നു. ഒൻപതാം ദിവസം മധുരമനോജ്ഞ ലോകത്തിനായി ഞങ്ങളുമുണ്ട്. സ്നേഹവും സൗഹാർദ്ദവും നിസ്വാർത്ഥ സേവനവും ഞങ്ങളിൽ ജനിപ്പിക്കുവാൻ ഗാന്ധിയൻ ആശംസകളെ ജീവിതത്തിൽ പകർത്തുവാനും പര്യാപ്തരാകുന്ന വിധത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്താം ദിവസം ഒരുക്കാം ആഹ്ലാദ ചുവടുകൾ. സൗഹൃദത്തിൻ്റെ സന്ദേശമുണർത്തി ഞങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ദിനമായിരുന്നു അന്ന്. ജാതി വർഗ വർണ്ണ വിവേചനങ്ങൾക്കധികൃതമായി സംഗീതത്തിനൊപ്പം ചുവട് വെച്ച് സുന്ദര നിമിഷമായിരുന്നു അത്.
11-ാം ദിവസം അറിയാം രാജ്യത്തിൻ്റെ ഭരണഘടനയെ. നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പും അഭിമാനബോധവും നീതിബോധവും സംസ്കാരവും സാഹോദര്യവും മതേതരത്വവും സോഷ്യലിസവും സമ്മാനിച്ച ഭരണഘടനയെയും ഭരണശില്പിയെയും അടുത്തറിയാൻ കഴിഞ്ഞു. 12-ാം ദിവസം സുന്ദര ലോകത്തിനായി ഒരു സ്റ്റാറ്റസ് മേള. ഈ പ്രവർത്തനം തികച്ചും ഹൃദ്യമായിരുന്നു. ഒരുമയുടെ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നതായിരുന്നു ഈ പരിപാടി. സ്വന്തം മുഖത്തിൻ്റെ പ്രതിഫലനത്തിനപ്പുറം മനസ്സിൻ്റെ പ്രതിബിംബങ്ങളാണ് സെൽഫികളിൽ പ്രതിഫലിച്ചത്. 13-ാം ദിവസം പുസ്തകത്തിൻ്റെ ആത്മാവ് തേടി. അറിവിൻ്റെ വിശാല ലോകത്ത് മലർക്കെ പറക്കുന്ന പുസ്തകങ്ങളുടെ ആത്മാവിലൂടെ ഒരു സഞ്ചാരമായിരുന്നു അത്. 14-ാം ദിവസം ലഹരിവിരുദ്ധ തൊപ്പി ധരിക്കാം കൊറിയോഗ്രഫി. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ തൊപ്പികൾ നിർമ്മിക്കുകയും അവ ധരിച്ചു വരികയും ചെയ്തു. സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരക വിപത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുവാൻ കഴിയുന്നതായിരുന്നു. 15-ാം ദിവസം പാഥേയം. പങ്കുവെക്കലിൻ്റെ പ്രാധാന്യം വിദ്യാർത്ഥി മനസ്സുകളിൽ എത്തിക്കുവാൻ നടത്തിയ പാഥേയം മനുഷ്യ മനസ്സുകളെ വേർപിരിക്കുന്ന മതിലുകളെ ഇടിച്ചു തകർക്കുവാൻ ഞങ്ങൾക്ക് ഊർജം നൽകുന്നതായിരുന്നു. ചോറുപൊതികൾ പങ്കിട്ടെടുത്ത് നേരത്തെ കരുതി വച്ച മധുരങ്ങൾ പങ്കുവച്ചും ഞങ്ങൾ മാനവികതയുടെ മനോഹാരിത ആസ്വദിച്ചിരുന്നു. 16-ാം ദിവസം വാക്കിംഗ് ബസ്. ചിട്ടയായ ജീവിതം പരുവപ്പെടുത്തുന്നതിൻ്റെയും റോഡ് നിയമങ്ങൾ, സുരക്ഷിത സഞ്ചാരവും ഒരുമയും കരുതലും ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിപാടിയായിരുന്നു വാക്കിംഗ് ബസ്. साहिबा नींदे वींदे आए ना, रातें काटी जाए ना, तेरा ही ख्याल दिन रहन आता है. साहिबा समंदर मेरी आंखों में रह गए, हम आते आते जाना तेरी यादों में रह गए. ये पलकें गवाही है, हम रातों में रह गए, जो वादे किए सारे बस बातों में रह गए. बातों बातों में ही, ख्वाबों ख्वाबों में ही मेरे करीब है तू. तेरी तलब मुझको तेरी तलब जाना हो तू कभी रूबरू. शोर शराबा जो सीने में है मेरे कैसे बयां मैं करूं. हाल जो मेरा है मैं किसको बताऊं. मेरे साहिबा दिल ना किराएगा. 17-ാം ദിവസം ചോദ്യോത്തര പയറ്റ്. വിവിധങ്ങളായ വിജ്ഞാന മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരസ്പരം ചോദിച്ച് ഉത്തരങ്ങൾ തേടുകയും ശരിയുത്തരങ്ങൾ പറയുന്നവർക്ക് അനുമോദനങ്ങൾ നൽകുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. 18-ാം ദിവസം ഉണർവ്. ലോക മാനസികാരോഗ്യ ദിനാചരണത്തോട് ഭാഗമായി നടപ്പിലാക്കിയ ഉണർവ് എന്ന പ്രോഗ്രാം യോഗവും വ്യായാമങ്ങളും ചെയ്താണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. ശാരീരിക മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമായിരുന്നു ഇത്. 19-ാം ദിവസം ദർപ്പണം. ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുകയും സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി പോസ്റ്റർ പ്രദർശനങ്ങളും ചുവർ രചനകളും നടത്തി. 20-ാം ദിവസം ലഹരി വിരുദ്ധ ചിത്രമതിൽ. ലഹരി വിരുദ്ധ ചുവർ ചിത്രങ്ങൾ കുട്ടികൾ തയ്യാറാക്കി പ്രദർശനം സംഘടിപ്പിച്ചു. 21-ാം ദിവസം ജീവിതോത്സവം കാർണിവൽ 2025 എന്ന പേരിൽ നടത്തിയ പരിപാടി കഴിഞ്ഞ 21 ദിവസങ്ങളായി ജീവിതോത്സവ പരിപാടികളുടെ വിലയിരുത്തലും വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലുമായിരുന്നു. 21 ദിവസങ്ങളിലായി ആർജിച്ച കഴിവുകൾ, സ്നേഹവും നന്മയും അഭിരുചിയുമെല്ലാം തുടർന്ന് ജീവിതത്തിൽ മുതൽക്കൂട്ടാകുമെന്ന് ഓരോരുത്തരും അഭിപ്രായപ്പെട്ടു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഷ്റഫ് ഷാ CM, ശ്രീ അഞ്ജിത് സാർ, ശ്രീമതി ശ്രീലത ടീച്ചർ, നിഷ ടീച്ചർ തുടങ്ങിയവർ അവലോകനത്തിന് നേതൃത്വം നൽകി. ബഹുമാനപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഷാജി സാർ അധ്യക്ഷത വഹിച്ചു. NSS വോളണ്ടിയർ ലീഡർ അലോന, ജസ്റ്റിൻ, ഐശ്വര്യ, ലെവിൻ തുടങ്ങിയവർ NSS വോളണ്ടിയേഴ്സിൻ്റെയും എല്ലാ അധ്യാപകരുടെയും പൂർണ്ണമായ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്നു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അഷ്റഫ് സാർ, പുനലൂർ ക്ലസ്റ്റർ കൺവീനർ പ്രസാദ് സാർ, വോയിസ് ഓവർ അരുന്ധതി, ഐശ്വര്യ, എഡിറ്റിംഗ് ജസ്റ്റിൻ ജോസ്, ലീഡർഷിപ്പ്
അക്ഷയ് സാർ, അഞ്ജിത് സാർ, ശ്രീലത ടീച്ചർ, ജ്യോതി ടീച്ചർ, രാജി ടീച്ചർ, അനിത ടീച്ചർ.